ഹലോ, ആ മൻസൂർ അല്ലേ? അതെ. മൻസൂർ ആണോ? അതെ, ഞാൻ ആലപ്പുഴന്നാ വിളിക്കുന്നത്. ആലപ്പുഴന്നാ വിളി. നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ, മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല. അപ്പൊ ഖൂലു ഖൈറ എന്ന് പറഞ്ഞത് എന്താ നബി തങ്ങൾ പറഞ്ഞത്? അതാ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. എന്ത് പറയുന്നു? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ ഈ ഉസ്താദുമാരെയും തലൈക്കെട്ടുകാരെയും നിങ്ങൾ പഠിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത്? പഠിക്കാതെ ഇതിങ്ങനെ പറയാൻ പറ്റുമോ? അത് നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഖൂലു ഖൈറ എന്ന് പറഞ്ഞ നബി തങ്ങൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഖൂലു ഖൈറ എന്ന് കഴിഞ്ഞാൽ എന്താണ്? അല്ല, ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ വ്യക്തമായി പറഞ്ഞല്ല, ഞാൻ പറയുന്നത്, ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. വീഡിയോ ഞാൻ കണ്ടു തീർന്നില്ല, കണ്ടോളാം. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അതില് ഹൈറായത് നിങ്ങൾ ഹൈറായത് പറഞ്ഞോളാനാ പറയുന്നത്. അപ്പൊ ഹൈറില്ല. പൊന്നു സഹോദര, നിങ്ങൾ ഈ പണ്ഡിതന്മാരെയൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറ്റം പറയും? നിങ്ങൾ വീഡിയോ പറഞ്ഞാൽ പോരെ? തലയെക്കെട്ടും കെട്ടി. നിങ്ങൾക്ക് തലയെക്കെട്ടിന്റെ മഹത്വം അറിയാമോ എന്ന് പറഞ്ഞേ? നിങ്ങൾക്ക് റസൂൽ തലയെക്കെട്ട് കെട്ടിയിട്ടില്ലേ? കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൊപ്പിടാതെ നിങ്ങൾ ശരിയാണെന്നാ പറയുന്നത്. റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ അങ്ങോട്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് പറയണ്ടേ? പറയാൻ മാത്രമായിട്ട് കേൾക്കാനും കൂടി തയ്യാറാവണം. പറയട്ടെ, നിങ്ങളുടെ സ്വഭാവം. ആയിക്കോട്ടെ, കേൾക്കാൻ കൂടി തയ്യാറാവണം. ഈ വോയിസ് യൂട്യൂബിൽ വരാനുള്ളതാണ്. കേൾക്കാൻ കൂടി തയ്യാറാവണം. അല്ല, ഞാൻ അതല്ല ചോദിക്കാൻ നിൽക്കുമ്പോൾ കേൾക്കാൻ കൂടി തയ്യാറാവണം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു, അതിന് മറുപടി പറയാൻ അവസരം തരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തലയെക്കെട്ടിന്റെ കാര്യം, അബുലഹബും അബുജഹലും ഒക്കെ തലയെ കെട്ടിയിരുന്നില്ലേ? കെട്ടിയിരുന്നില്ലേ? തലയെ കെട്ടണം എന്ന്. അതുകൊണ്ട് നമുക്ക് കെട്ടാൻ പാടില്ലെന്നാ? അല്ല, കെട്ടാൻ പാടില്ല എന്നൊന്നുമില്ല. ശിഷ്യനായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ആയിക്കോട്ടെ. ഈ പറയുന്നത് ഞാനതല്ല ചോദിക്കാം. ഇത് തീരട്ടെ. ഇപ്പൊ തലയെ കെട്ടിന്ന് പറഞ്ഞാല് നിങ്ങൾ ചുഴലിയുടെ ശിഷ്യനാണെന്ന് പറഞ്ഞു. ചുഴലി തലയെ കെട്ടിയിട്ടുണ്ടല്ലോ, ഇല്ലേ? ചുഴലിയും തലയെ കെട്ടിയിട്ടില്ലേ? തലയെക്കെട്ട് എന്നുള്ളത് ആ കെട്ടിനെ അല്ല വിമർശിക്കുന്നത്. പിന്നെ തലയെക്കെട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യമാക്കപ്പെട്ട സാധനം, നല്ലൊരു സീനത്തായിട്ട് കെട്ടാം. അതൊന്നും ഇവിടെ, അതൊന്നും കെട്ടുന്നതിന് എന്താണ്? കെട്ടും കെട്ടാതെ ഇരിക്കാം. അത് കെട്ടിയാലെന്താണ്? ആയിക്കോട്ടെ. നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും നോക്കാതെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വന്നില്ല സഹോദര. അത് നിങ്ങൾ ഫുള്ള് കണ്ടിട്ടല്ലേ വിളിക്കണ്ടേ? അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പറയുന്ന പോലെ ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം ഇനി അങ്ങോട്ട് പറയട്ടെ. പറഞ്ഞോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാവുള്ളൂ. ഞാനിപ്പോ ആദ്യം പറഞ്ഞ തന്നെ പറയാം. നബിതങ്ങൾ പറഞ്ഞ ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഇതാ ഹദറത്തുൽ മരീദ അബിൽ മയ്യിത്ത. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഒരു മിനിറ്റ്, പറഞ്ഞത് തെറ്റാവും. ഇത് ചൂടല്ല, ഇത് സത്യം പറയാണ്. അത് പറഞ്ഞത് തെറ്റാണ്. ആ പറഞ്ഞത് തെറ്റാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഖൈറ സുനന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതൊക്കെ മറ്റൊരു ഹദീസിലുള്ളതാണ്. ഈ ഹദീസ് നിങ്ങൾക്ക് പറയാൻ അറിയുമോ? അങ്ങനെ തന്നെ ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്നുള്ളതല്ല. ഉരുണ്ട് കളിക്കാതെ എന്റെ ഭായി, ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കും. നിങ്ങൾ ഉരുണ്ട് കളിക്കാതെ ഖൈറ എന്ന് പറഞ്ഞ ആ ഹദീസിനെ കുറിച്ച് അത്രേ ഉള്ളോ? അത് കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ പറ. നിങ്ങൾ അത് കഴിഞ്ഞ് ഇത്രയും കേട്ടിട്ട് പറ. അതായത് പരിപാടികളല്ല, പഠിച്ചിട്ട് ഉരുണ്ട് കളിക്കരുത്. പഠിച്ചിട്ട് മറുപടി മുട്ടുമ്പോ ഉരുണ്ട് കളിക്കരുത്. ആയിക്കോട്ടെ, പഠിച്ചിട്ട് വാ.
ഇത് നിങ്ങൾ എങ്ങനെ പറയത്തുള്ളൂ? നിങ്ങളല്ലേ ഈ മുജാഹിദല്ലേ ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ? പഠിച്ചിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് പഠിച്ചിട്ടാ ഈ വലിയ വലിയ പണ്ഡിതന്മാരെ തലയെക്കെട്ടൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്? പിന്നെ തലയെക്കെട്ടുമ്പോ വന്നു. അത് നിങ്ങൾ തലയിൽ കെട്ടിക്കണല്ലോ എന്താ പത്ര? എന്റെ ഉസ്താദ് ചുഴലിയും തലയിൽ കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഉസ്താദ് നിങ്ങളുടെ ഉസ്താദ് സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായി. അയാൾ ഇപ്പോഴും സുന്നിയാണ്. അല്ല, ഇപ്പൊ സുന്നിയല്ല. സുന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നി എന്ന് പറഞ്ഞാൽ എന്തുവാ? സുന്നി എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ഹദീസിൽ തന്നെ ഉണ്ട് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തു സഹാബ. ഹദീസ് എങ്ങനെയാണ്? സഹാബത്തിന്റെ കൂട്ടായ്മ അല്ല. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ചുമ്മാ ഞാൻ പറയുന്ന അങ്ങോട്ട് ചോദ്യം കേൾക്കാതെ ഇങ്ങനെ മറുപടി പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങളത് അങ്ങനാണല്ലോ, കാരണം നമ്മളും എങ്ങനെ കട്ട് ചെയ്ത് പോകണം എന്നാണ് നിന്റെ ആഗ്രഹം. ഇല്ലല്ല, എനിക്ക് സംസാരം ദീർഘിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാര്യം ഇത് ഒരു യൂട്യൂബ് അബ്ദുള്ള മൗലവി ആദ്യം സുന്നിയല്ലായിരുന്നോ? ചുഴലി അബ്ദുള്ള മൗലവി ഇന്നും സുന്നിയാണ്. പറയട്ടെ, ഞാൻ ആദ്യം സുന്നിയല്ല, സുന്നിയാണ്. ഞാൻ തെളിയിച്ചേരാം. ഇനി ഉണ്ടായിരിക്കണം, ഞാൻ തെളിയിക്കുകയാണ്. ഓക്കെ, ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചു തീർന്നില്ല. ചോദ്യം ചോദിക്കട്ടെ. ആദ്യം സുന്നിയായിരുന്നു, ഇപ്പൊ മുജാഹിദായി. ആദ്യം സുന്നി ആയിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് മരിച്ചുപോയുള്ള അവസ്ഥ എന്തുവാ ഇപ്പോഴത്തെ? ആദ്യം സുന്നിയായിരുന്നു. അദ്ദേഹം സുന്നി ആശയക്കാരനായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ വാഴൊക്കെ കേട്ട് സുന്നിയായി ജീവിച്ചവരുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും സുന്നി ആശയം പറഞ്ഞാൽ ജീവിച്ചവരുണ്ട്. താങ്കൾ ഈ ഉസ്താദിനോട് ചോദിക്കണം, നിങ്ങളുടെ ഉസ്താദിനോട്, ഈ ചൊല്ലിയോട്. ഇപ്പൊ ഇദ്ദേഹം മുജാഹിദായി. അപ്പൊ ആ സുന്നിയുടെ അവസ്ഥ എന്താ? ഇപ്പൊ മരിച്ചുപോയവരുടെ ഇനി പറയാൻ അനുവദിക്കണം. മനസ്സിലാവുണ്ടോ? അതായത് ലാ ഇലാഹ ഇല്ലല്ലാ ചുഴലി റസൂലുള്ള എല്ലാവര് ഷഹാദത്ത് ചെയ്തിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളയാണ്. പറയാൻ അനുവദിക്ക് ഭായി. നിങ്ങളെന്താണ് ഇതൊരു സഹിഷ്ണുത ഇല്ലാതെ? അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ് ഷഹാദത്ത് കലിമയായിട്ട് ചൊല്ലിക്കൊണ്ട് 5 കാര്യങ്ങൾ ഇസ്ലാമും 6 കാര്യങ്ങൾ ഈമാനും ഉറച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ചുഴലിനെ അല്ല തക്ലീദ് ചെയ്യണ്ടേ. പരിശുദ്ധ ഖുർആൻ, സ്വഹീഹ് ഹദീസ്. അപ്പൊ നിങ്ങൾ എന്തിനാ ചുഴലിയെ തക്ലീദ് ചെയ്യുന്നത്? ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് ഇന്ന ചുഴലിക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടാ ചുഴലിക്ക് അറിയണത്. ചുഴലിയുടെ വീഡിയോകൾ കണ്ടിട്ടാ എനിക്കും അറിയുന്നത്. നിങ്ങൾ ആലപ്പുഴയ്ക്ക് നിങ്ങൾക്ക് നല്ല ആശയം പഠിപ്പിച്ചു തരാം. അല്ല, അതിന് ആലപ്പുഴയ്ക്ക് അല്ല സഹോ, അതിന് ആലപ്പുഴയ്ക്ക് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആലപ്പുഴ ഇറങ്ങിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൻസൂർ മണ്ണാർക്കാടിനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ മതി. എനിക്ക് ആലപ്പുഴ വരേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളിപ്പോ ഇത്രയും സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആശയങ്ങള് ഓക്കെ, ഞാൻ അതിന് വിരുദ്ധമായി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കുക ചെയ്യേണ്ടത്. ഞാൻ പറയുന്നതിലെ ഒരു വീഡിയോ പോലും നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാതെ നിങ്ങൾ എന്നെ തിരുത്താൻ വിളിച്ചിരിക്കുകയാണ്. ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കരുത്. എനിക്ക് ഒരു മുജാഹിദ് സംഘടനയുമായിട്ടും ബന്ധമില്ല. മുജാഹിദിന്റെ ആശയം ഞാൻ പറയുന്നില്ല. ഞാൻ ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ടൊരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം. തീർച്ചയായും നിങ്ങൾ പറയുന്ന എല്ലാം സുന്നിയും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ എന്ന് പറഞ്ഞോ ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ട് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു മിനിറ്റ് പറയട്ടെ. റസൂലുള്ള മരിച്ചപ്പോ വഫാത്തായപ്പോ ആരാണ് അവിടെ ഖുർആൻ ഓതിയത്? റസൂലുള്ളാഹിക്ക് ശേഷം നിരവധി സ്വഹാബാക്കൾ വഫാത്തായി. അവരുടെ തലയുടെ അടുത്താണോ കാലിന്റെ അടുത്താണോ നടുവിലിരുന്നിട്ടാണോ ഖുർആൻ ഓതിയത്? ആരാണ് ഓതിയത്? ഒരു തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റും? നാളെ ഞാൻ ആര് മരിച്ചാലും ഞാൻ ഖുർആനും കൊണ്ട് അവരുടെ തലക്കുമ്പത്തുണ്ടാവും. പറഞ്ഞോ. ആരാ ഓതിയത്? ഇല്ല, ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ പ്രശ്നം സഹോദര. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഒരു മിനിറ്റ് എന്നാ പിന്നെ നിങ്ങൾ കാണിക്കണം. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ സാധനം
നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾ എന്താ ടെൻഷൻ ആവല്ലേ? അല്ല, നിങ്ങൾ ടെൻഷൻ ആവല്ലേ? നിങ്ങൾ ആലപ്പുഴക്ക് കൊണ്ടുപോയിട്ട് തല്ലിക്കൊല്ലാനല്ലേ? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. നിങ്ങൾക്ക് അല്ല, നിങ്ങൾ ആലപ്പുഴക്ക് കൊണ്ടുപോയിട്ട് തല്ലിക്കൊല്ലൊന്നും വേണ്ട. എന്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം, അതിലേക്ക് നിങ്ങൾ ഇട്ടെന്നാൽ മതി. ഒരു മിനിറ്റ് ചിരിച്ചിട്ടും ആ കളിയൊന്നും നടക്കൂല. ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ മരിച്ചിടത്ത് ഓതണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുണ്ടോ? അത് ഹദീസ് ഉണ്ടാവും. അള്ളാഹുവിന്റെ ഹബീബ് പറയട്ടെ അത് നിങ്ങൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. ആ വീഡിയോയിൽ തന്നെ അത് ആ ഫഖൂലു ഖൈറ എന്ന് പറഞ്ഞാൽ ബാക്കി എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് സബൂറാവണേ. അസബുർ നിസ്ബുൽ ഈമാനല്ലേ? അപ്പൊ സഹോദരങ്ങളൊന്നും ഇസ്ലാമിക വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വിരുദ്ധ ഇസ്ലാം, നിങ്ങള് ഗൾഫില് ആരോ ഇസ്ലാം മതപരിപാടി എന്തോ നടത്തിയെന്നും പറഞ്ഞ് അത് മൗലിദ് ഓതിയെന്നും പറഞ്ഞ് പോലീസ് പിടിക്കുന്നു. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്തോന്നാ? നിങ്ങൾ കേൾക്കുന്നത് എന്തുവാ? നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ പറയുന്നത് എന്താ? കഴിഞ്ഞ റബീഉൽ മദീനയിൽ മൗലിദിന്റെ സദസ്സ് നടന്നത് വീഡിയോ ഇവിടെ കണ്ടതാ. ലോകത്ത് എല്ലാ സ്ഥലത്തും മൗലിദിൽ നിന്ന് വീഡിയോ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കുഴപ്പമാണോ? പോയിട്ടുണ്ടോ? അത് അബൂജഹലിന്റെ ബുദ്ധി നിങ്ങളെ തലത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിയാണോ? ശരി, നിങ്ങൾ സൗദിയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾ പറയട്ടെ, സൗദി അറേബ്യ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ വീഡിയോ അല്ലേ കണ്ടത്? നിങ്ങൾ സൗദിയിൽ പോയിട്ടുണ്ടോ? സൗദി അറേബ്യയിൽ നിങ്ങൾ ആൾക്കാരല്ലേ? സൗദി അറേബ്യയിൽ അവിടെ നേരത്തെ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞില്ലേ മക്ബറ കെട്ടിപ്പൊക്കണോന്നും അല്ല അതീത് തെളിവുണ്ടോന്ന്. അത് സുന്നത്താണ്, ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഇങ്ങനെ പിന്നെ എന്താ പറയാ, നിങ്ങൾ ഈ ലിയാഖത്തിനെ പോലെ കാണിക്കല്ലേ? ചൂടാവുന്നില്ല. ഇതിന് റസൂലുള്ളാഹിയുടെ വലിയ മഖ്ബറ ഉണ്ടാക്കി വെച്ചു. നിങ്ങളുടെ ആശയക്കാരല്ലേ? എന്താ തട്ടിപ്പൊളിക്കാത്തത്? പൊന്നു സഹോദര, നിങ്ങൾ ഒന്ന് സമാധാനപ്പെട്ട്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വാദങ്ങൾ പൊളിയാണ്. ചെച്ചിനിയൻ പ്രധാനമന്ത്രി വന്ന് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ ചുമര് മൊത്തം തൊട്ടുമുത്തുന്ന വീഡിയോ ഞങ്ങൾ കണ്ടെന്ന്. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമോ? ചെച്ചിനിയൻ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങളൊരു വെറുപ്പ് തോന്നുകയാണ്. ഒരു സബൂറായിട്ട് നിങ്ങൾ നിൽക്ക്. ഞങ്ങൾ പറഞ്ഞേക്ക്, നിങ്ങൾ സുന്നി പണ്ഡിതന്മാരൊക്കെ മൗലു പോകുന്നതൊക്കെ ചിറുക്കാണ്. പണ്ഡിതന്മാരൊക്കെ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമി വിരുദ്ധമല്ലേ പറഞ്ഞത്? പിന്നെ ഇസ്ലാമി വിരുദ്ധം അല്ലെന്ന് ഞാൻ എന്ത് അല്ലല്ലാത്ത വിളിച്ചു തീർന്നത് എന്ത് മുശ്രിക്കാണ്? മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊള്ളയാണ് തെളിവ്. മുശ്രിക്കീങ്ങളാണെന്ന് നിങ്ങളുടെ തൊള്ളയാണ് തെളിവ്. അല്ലല്ലാത്തവർ വിളിച്ചു തരുന്നത് തീർക്കാണ്. നിങ്ങൾ ഈ ചൊല്ലിയുടെ പോയി എന്തോ കേട്ടിട്ട് ഇവിടെ വന്നിട്ടും പണ്ഡിതന്മാരെ ആയിക്കോട്ടെ എന്താണെന്ന് പഠിക്കും. എനിക്ക് വയൽ പറയാൻ വിളിച്ചിരിക്കുക. ഒരു വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ എന്നെപ്പോലുള്ള സാധാരണക്കാരൻ അല്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയത്തില്ല. ഇല്ല, സമ്മതിച്ചു. എന്നിട്ട് എന്തിനാ എനിക്ക് വിളിച്ചത്? ഞാൻ പഠിച്ചോളാം. നിന്റെ ആരോപണങ്ങൾക്ക് മറുപടി വെച്ചിട്ടില്ലേ അമ്പിയാക്കളോട്?